നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. അമേരിക്കൻ ചരിത്രത്തിൽ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ കൊല്ലപ്പെട്ട പ്രമുഖരായ നേതാക്കളെയും പൊതുവ്യക്തികളെയും കുറിച്ച് പലപ്പോഴും ചർച്ചകൾ നടക്കാറുണ്ട്. ഇക്കൂട്ടത്തിൽ പ്രമുഖനായ യാഥാസ്ഥിതിക പ്രവർത്തകൻ ചാർലി കിർക്കിന്റെ വധവും ചേർക്കപ്പെടുകയാണ്. യൂട്ടാ വാലി സർവകലാശാലയിൽ നടന്ന ഒരു പരിപാടിക്കിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പ്രചാരകനുമായ ചാർലി കിർക്കിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഈ കേസിൽ യൂട്ടാ നിവാസിയായ 22 വയസ്സുള്ള ടെയ്ലർ റോബിൻസൺ അറസ്റ്റിലായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രചാരണം നയിച്ചതിൽ ഉൾപ്പെടെ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് കിർക്ക്. തീവ്ര വലതുപക്ഷ വക്താക്കളിൽ പ്രധാനി, അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഭാവി മുഖം, ഭാവി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തൻ. വ്യാഴാഴ്ച യൂട്ടാ വാലി സർവകലാശാലയിൽ വെച്ച് വെടിയേറ്റു കൊല്ലപ്പെട്ട ചാർലി കിർക്കിന് വിശേഷണങ്ങൾ ഏറെ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യൂട്ടാ ഗവർണർ സ്പെൻസർ കോക്സ് എന്നിവർ ഈ കേസിൽ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടതോടെ ഈ സംഭവം കൂടുതൽ ശ്രദ്ധ നേടി. ഈ അവസരത്തിൽ ഓർക്കുന്നത് ചരിത്രത്തിലെ പലപ്പോഴും മാറ്റിമറിച്ചിട്ടുള്ള അമേരിക്കൻ രാഷ്ട്രീയത്തിലും സാമൂഹിക മേഖലയിലും വലിയ സ്വാധീനം ചെലുത്തിയ പ്രമുഖരുടെ കൊലപാതകങ്ങളും അവയുടെ നിയമപരമായ പ്രത്യാഘാതങ്ങളും ആണ്. അത്തരം ചില പ്രധാന സംഭവങ്ങളിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ആദ്യത്തേത് എബ്രഹാം ലിങ്കൺ തന്നെ. 1865 എബ്രഹാം ലിങ്കന്റെ കൊലപാതകം എങ്ങനെയായിരുന്നു? അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ 1865 ഏപ്രിൽ 14 വാഷിംഗ്ടൺ DC-യിലെ ഫോർഡ്സ് തിയേറ്ററിൽ അവർ അമേരിക്കൻ കസിൻ എന്ന നാടകം കാണുന്നതിനിടെ വെടിയേറ്റു കൊല്ലപ്പെട്ടു. നടനും കോൺഫെഡറേറ്റ് അനുഭാവിയുമായിരുന്ന ജോൺ വിൽക്സ് ബൂത്ത് ആയിരുന്നു കൊലയാളി. രക്ഷപ്പെടാൻ ശ്രമിച്ച ബൂത്തിനെ പിന്നീട് വെർജീനിയയിലെ ഒരു കളപ്പുരയിൽ വെച്ച് പിടികൂടി. ഏറ്റുമുട്ടലിൽ വെടിയേറ്റ ബൂത്ത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ മരിച്ചു. ഈ കൊലപാതകത്തിൽ പങ്കാളികളായ മറ്റ് 8 പേരെ സൈനിക ട്രിബ്യൂണൽ വിചാരണ ചെയ്തു. ഇതിൽ 4 പേരെ മേരി സെറാട്ട്, ലൂയിസ് പവൽ, ഡേവിഡ് ഹെറോൾഡ്, ജോർജ് അഡ്സറോഡ് എന്നിവരെ 1865 ജൂലൈ 7 തൂക്കിക്കൊന്നു. മറ്റ് 4 പേർക്ക് ജയിൽ ശിക്ഷ ലഭിച്ചു. ഇവരിൽ ഡോക്ടർ സാമുവൽ മഡിന് 1869 മാപ്പ് നൽകി. മറ്റൊരു പ്രതിയായ ജോൺ സെറാട്ട് ആദ്യം രാജ്യം വിട്ടുവെങ്കിലും പിന്നീട് തിരിച്ചെത്തി, പക്ഷേ വിചാരണയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. അടുത്ത ആൾ ജെയിംസ് ഗാർഫീൽഡാണ്. 1881 മരിച്ചത്. അമേരിക്കയുടെ 20ാമത്തെ പ്രസിഡന്റായ ജെയിംസ് എ ഗാർഫീൽഡ് 1881 ജൂലൈ 2 വാഷിംഗ്ടൺ DC-യിലെ റെയിൽ റോഡ് സ്റ്റേഷനിൽ വെച്ച് ഫ്രാൻസിലേക്കുള്ള അംബാസഡർ സ്ഥാനം നിഷേധിക്കപ്പെട്ട ചാൾസ് ജെ ഗെറ്റോ എന്നയാൾ പ്രസിഡന്റ് ഗാർഫീൽഡിനെ പിന്നിൽ നിന്ന് വെടിവെച്ചു. ആക്രമിയായ ചാൾസ് ജെ ഗിറ്റോ വെടിവെച്ചെങ്കിലും ഗാർഫീൽഡ് ആദ്യഘട്ടത്തിൽ രക്ഷപ്പെട്ടു. ഡോക്ടർമാർ മുറിവുകളിൽ ശുചീകരണ രീതികൾ പാലിച്ചില്ല എന്ന കാരണത്താൽ രക്തത്തിൽ വിഷബാധയേറ്റ് 1881 സെപ്റ്റംബർ 19 ഗാർഫീൽഡ് മരിച്ചു. ഗിറ്റോയെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിന് ശിക്ഷിച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചു. 1882 ജൂൺ 30 അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. വില്യം മക്കിൻലിയുടെ കൊലപാതകം നടന്നത് 25ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു വില്യം മക്കിൻലി. ഒരു അരാജകവാദിയായ ലിയോൺ സാൻഗോൾഡ് വില്യം മക്കിൻലിയുടെ അടിവയറ്റിൽ 2 തവണ വെടിയുതിർക്കുകയായിരുന്നു. അപ്പോഴും അദ്ദേഹം പൊതുജനങ്ങളുടെ ഇടയിലായിരുന്നു ഉണ്ടായിരുന്നത്. വെടിവയ്പ്പിന് തൊട്ടു പിന്നാലെ മക്കിൻലിയെ ശസ്ത്രക്രിയ നടത്തിയ സർജനായിരുന്നു ഡോക്ടർ മാൻ. ഒരു പ്രസവ ചികിത്സകനും ഗൈനക്കോളജിസ്റ്റുമായ അദ്ദേഹത്തിന് വെടിയേറ്റ മുറിവുകൾ ചികിത്സിക്കുന്നതിൽ പരിചയമില്ലായിരുന്നു. സെപ്റ്റംബർ 14 മുറിവുകൾ മൂലമുണ്ടാകുന്ന ഗംഗ്രീൻ ബാധിച്ച് മക്കിൻലിയും മരിച്ചു. 1865 എബ്രഹാം ലിങ്കനും 1881 ജെയിംസ് എ ഗാർഫീൽഡിനും ശേഷം വധിക്കപ്പെട്ട 3ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഘാതകനായ സോൾഗോസിനെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കുകയും 1901 ഒക്ടോബർ 29 വൈദ്യുത കസേരയിൽ വെച്ച് വധിക്കുകയും ചെയ്തു. അടുത്തത് ജോൺ എഫ് കെന്നഡി. 1963 നവംബർ 22 ടെക്സസിലെ ഡാളസിൽ വെച്ച് വാഹനവ്യൂഹത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി കൊല്ലപ്പെട്ടു. കൊലപാതകം സംബന്ധിച്ച ദുരൂഹതകൾ പക്ഷേ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. കെന്നഡിയെ വെടിവെച്ചു കൊന്നുവെന്നതിന് പിടിയിലായ ലീ ഹാർവി ഓസ്വാൾഡിനൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നുവോ? അയാളെ വെടിവെച്ചു കൊന്ന ജാക്ക് റൂബിയും തനിച്ച് പ്രവർത്തിക്കുകയായിരുന്നുവോ? കെന്നഡിയെ വധിക്കാൻ ആരോ നടത്തിയ ഗൂഢാലോചനയുടെ തുടർച്ചയായിരുന്നുവോ ഓസ്വാൾഡിന്റെ വധം? എങ്കിൽ ഗൂഢാലോചന നടത്തിയത് ആര്? കെന്നഡിയുമായി ശത്രുതയിലായിരുന്ന ക്യൂബയോ സോവിയറ്റ് യൂണിയനോ അമേരിക്കയിലെ തന്നെ മാഫിയകളോ? കെന്നഡിയുടെ ഒടുവിൽ അധികാരമേറ്റെടുത്ത വൈസ് പ്രസിഡന്റ് ലിൻഡൻ ജോൺസന് അതിൽ പങ്കുണ്ടായിരുന്നുവോ?
ഇതെല്ലാം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചോദ്യങ്ങൾ മാത്രം. അമേരിക്കയുടെ 35ാമത്തെ പ്രസിഡന്റായിരുന്ന കെന്നഡി 46 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വധിക്കപ്പെട്ടത് 1963 നവംബർ 22 വെള്ളിയാഴ്ച. ടെക്സസ് സംസ്ഥാനത്തെ ഡാലസ് നഗരത്തിൽ ഭാര്യ ജാക്വിലിൻ ജാക്കി എന്ന് വിളിക്കും. സംസ്ഥാന ഗവർണർ ജോൺ കോണലി, അദ്ദേഹത്തിന്റെ ഭാര്യ നെല്ലി എന്നിവരോടൊപ്പം തുറന്ന കാറിൽ ഒട്ടേറെ കാറുകളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുകയായിരുന്നു കെന്നഡി. കെന്നഡി വളരെ ഉല്ലാസവാനായിരുന്നുവെന്ന് അന്നത്തെ ഫോട്ടോകൾ തന്നെ കാണിക്കുകയും ചെയ്യുന്നു. വാഹനവ്യൂഹം ഉച്ചയ്ക്ക് 12:30 ഡീലി പ്ലാസയിൽ എത്തിയപ്പോഴാണ് അടുത്തുള്ള ടെക്സ്റ്റ് ബുക്ക് ഡിപ്പോ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് റൈഫിൾ ഉപയോഗിച്ചുള്ള വെടിവയ്പുണ്ടായത്. തലയ്ക്കും കഴുത്തിനും വെടിയേറ്റ കെന്നഡി ജാക്കിയുടെ മടിയിലേക്ക് മറിഞ്ഞു വീണു. ആശുപത്രിയിൽ അദ്ദേഹം മരിച്ചു. കോണലിക്കും ഗുരുതരമായി പരിക്കേറ്റു, പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ടു. വധിക്കപ്പെടുന്ന 4ാമത്തെ US പ്രസിഡന്റായി കെന്നഡി. റോബർട്ട് എഫ് കെന്നഡി 1968. 1968 ജൂൺ 5 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ ലോസ് ആഞ്ചലസിലെ അംബാസഡർ ഹോട്ടലിൽ വെച്ച് അമേരിക്കൻ സെനറ്റർ റോബർട്ട് എഫ് കെന്നഡിക്ക് വെടിയേറ്റു. പിറ്റേ ദിവസം അദ്ദേഹം മരിച്ചു. ഈ കേസിൽ സിർഹാൻ എന്നയാളെ ഫസ്റ്റ് ഡിഗ്രി കൊലപാതകത്തിന് ശിക്ഷിച്ചു. അദ്ദേഹത്തിന് ആദ്യം വധശിക്ഷ വിധിച്ചുവെങ്കിലും പിന്നീട് അത് ജീവപര്യന്തമായി കുറച്ചു. സിർഹാന് പലതവണ പരോളിന് അർഹതയുണ്ടായെങ്കിലും 2022 കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസും ഇത് നിരസിച്ചു. നിലവിൽ 81 വയസ്സുള്ള സിർഹാൻ ജയിലിൽ കഴിയുന്നു. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ 1968. അമേരിക്കൻ പൗരാവകാശ നേതാവായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ 1968 ഏപ്രിൽ 4 ടെന്നസിയിലെ മെംഫിസിൽ വെച്ച് വെടിയേറ്റു മരിച്ചു. ജെയിംസ് എൽഡ്രെ എന്ന കുറ്റവാളിയാണ് ഈ കേസിലെ പ്രതി. ആദ്യം കുറ്റം സമ്മതിച്ചെങ്കിലും പിന്നീട് റേ അത് പിൻവലിച്ചു. 99 വർഷത്തിന് തടവിന് ശിക്ഷിക്കപ്പെട്ട റേ 1977 ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് പക്ഷേ പിടിക്കപ്പെട്ടു. 1998 70-ാം വയസ്സിൽ അദ്ദേഹം ജയിലിൽ വെച്ച് അന്തരിച്ചു. ജോൺ ലെനൻ 1980. പ്രമുഖ സംഗീത ബാൻഡായ ബീറ്റിൽസിന്റെ സഹസ്ഥാപകൻ ജോൺ ലെനൻ 1980 ഡിസംബർ 8 ന്യൂയോർക്കിലെ അപ്പാർട്ട്മെന്റിന് പുറത്ത് വെച്ച് കൊല്ലപ്പെട്ടു. മുൻ ആരാധകനായ മാർക്ക് ഡേവിഡ് ചാപ്മാൻ ആയിരുന്നു കൊലയാളി. വെടിവയ്പ്പിന് ശേഷം ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. ചാപ്മാനെ 2ാം ഡിഗ്രി കൊലപാതകത്തിന് ശിക്ഷിച്ചു. 2000 പരോളിന് അർഹതയുണ്ടായിട്ടും അതിനുശേഷം പലതവണയായി പരോൾ നിഷേധിക്കപ്പെട്ടു. 70 വയസ്സുള്ള ചാപ്മാൻ ഇപ്പോഴും ന്യൂയോർക്കിലെ ജയിലിൽ തുടരുന്നു. 2025 സെപ്റ്റംബറിൽ 14ാം തവണയും അദ്ദേഹത്തിന്റെ പരോൾ അപേക്ഷ തള്ളി. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ കൊലപാതകങ്ങൾ വലിയ മാറ്റങ്ങൾക്കും നിയമപരമായ പരിഷ്കരണങ്ങൾക്കും വഴിവെച്ചു. ചാർലി കിർക്കിന്റെ കൊലപാതകവും അതിനുശേഷം ഉയർന്നുവന്ന വധശിക്ഷ ആവശ്യം പോലുള്ള ചർച്ചകളും ഈ ചരിത്ര സംഭവങ്ങളുടെ ഓർമ്മകൾക്ക് വീണ്ടും ജീവൻ നൽകുന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് സമൂഹം എന്ത് ശിക്ഷ നൽകണം എന്നതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ ഭാവിയിലും തുടരും. ഈ കേസുകളുടെ വിധിന്യായം ഓരോ കാലഘട്ടത്തിലെയും നീതിന്യായ വ്യവസ്ഥയുടെയും സമൂഹത്തിന്റെയും മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. ചാർലി കിർക്ക് അമേരിക്കൻ വലതുപക്ഷ യാഥാസ്ഥിക രാഷ്ട്രീയത്തിന്റെ ഭാവി മുഖം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭാവി അമേരിക്കൻ പ്രസിഡന്റ് എന്നുപോലും വിലയിരുത്തപ്പെട്ട വ്യക്തിയായിരുന്നു. ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനായ അനുയായി എന്ന നിലയിലും യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് USA സ്ഥാപകൻ എന്ന നിലയിലും അമേരിക്കൻ മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. യൂട്ടാ വാലി സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന ചടങ്ങിനിടെയാണ് അജ്ഞാതന്റെ വെടിയേറ്റ് ചാർലി കൊല്ലപ്പെടുന്നത്. 2012 18 വയസ്സുള്ളപ്പോഴാണ് ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടനയ്ക്ക് ചാർലിയും വില്യം മോൺസ്മേരിയും ചേർന്ന് രൂപം നൽകിയത്. ബരാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. കുടുംബ മൂല്യങ്ങൾ, സ്വതന്ത്ര വിപണി, ക്രിസ്ത്യൻ നാഷണലിസം തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഈ സംഘടന ആരംഭിച്ചത്. നിലവിൽ അമേരിക്കയിലെ 850 കോളേജുകളിൽ സംഘടനയ്ക്ക് ഘടകങ്ങളുണ്ട്. കടുത്ത യാഥാസ്ഥിക വലത് ആശയങ്ങളാണ് കിർക്ക് പ്രചരിപ്പിച്ചിരുന്നത്. പലപ്പോഴും അത് വലിയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു. ട്രംപിന്റെ കടുത്ത കുടിയേറ്റ വിരുദ്ധ നയങ്ങളെ പിന്തുണച്ച കിർക്ക് കടുത്ത ട്രാൻസ് LGBT വിരുദ്ധത പ്രകടിപ്പിച്ചു. മാർട്ടിൻ ലൂതർ കിങ്ങിനെതിരായ വിമർശനങ്ങൾ വലിയ വിവാദങ്ങൾക്ക് കാരണമായി. വർണ്ണവിവേചനം കുറ്റകരമാക്കുന്ന 1964 അമേരിക്കൻ സിവിൽ റൈറ്റ്സ് ആക്ടിനെയും കിർക്ക് വിമർശിച്ചു. കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശങ്ങളും വിവാദങ്ങൾക്ക് തിരികൊളുത്തി. വിവാഹം വേണ്ടെന്ന് വെക്കുന്നവരെയും ഗർഭചിത്രത്തിന് വേണ്ടി വാദിക്കുന്നവരെയും ഒക്കെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്ന പരാമർശങ്ങളായിരുന്നു എതിർപ്പിന് കാരണമായത്.
സംഘടനയ്ക്കുള്ളിലെ കിർക്കിന്റെ നേതൃത്വവും വിമർശനങ്ങൾക്ക് കാരണമായി. ടോക്സിക് ലീഡർഷിപ്പ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ വിമർശകർ വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ മാസം നടത്തിയ പ്രഭാഷണത്തിനിടെ തോക്കുകൾ കൈവശം വയ്ക്കാനുള്ള അവകാശം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കിർക്ക് വാദിച്ചു. എല്ലാ വർഷവും വെടിയേറ്റ് ചിലർ മരിക്കുന്നുണ്ടാകാം, എന്നാൽ ഈ അവകാശം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത വെച്ച് നോക്കുമ്പോൾ ഈ മരണങ്ങൾ സ്വാഭാവികമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരം കൊലപാതകങ്ങളെ വാഹനാപകട മരണങ്ങളോട് താരതമ്യം ചെയ്തുള്ള പരാമർശം വലിയ വിവാദങ്ങൾക്ക് കാരണമാക്കിയിരുന്നു. ഇതേ കാരണം കൊണ്ടുതന്നെ ഇപ്പോൾ കിർക്കിന് മരണവും സംഭവിച്ചു. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും.